നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കാറ് അല്ലെങ്കിൽ പിക്കപ്പോ വാനോ ബസ്സോ എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ വിൻഷീൽഡ് നമ്മൾ ഈ ഹൈവേയിൽ കൂടെ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഈ ട്രക്കിൽ നിന്നൊക്കെ വല്ല കല്ല് തെറിച്ചിട്ടോ അല്ലെങ്കിൽ റോട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ടൊക്കെ ഇതിൽ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. പലർക്കും അറിയില്ല ഈ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് ഒരു ഡോട്ടായിട്ടാവും കാണുക. എപ്പോഴും നമ്മൾ വണ്ടിയിലൊന്ന് ശ്രദ്ധിക്കണം, എന്നാലാണ് ഈ ഡോട്ട് വന്നു നമ്മൾ അറിയുള്ളൂ. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇത് ഫില്ല് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ സൽവാർ റോട്ടിനകത്ത് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് തൈസീർ പെട്രോൾ പമ്പിനകത്ത് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ഇവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോരാതെ ഇപ്പോൾ എയർപോർട്ട് റോട്ടിൽ സ്റ്റാർ കാർ ആക്സറീസ് അതിനകത്തും അവരിപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സീസണിൽ ഇപ്പോൾ ചൂടുകാലമൊക്കെ വരുമ്പോൾ പുറത്തെ ചൂടും വണ്ടിയുടെ ഉള്ളിലുള്ള എയർ പ്രഷറും എല്ലാം കൂടി വരുമ്പോൾ ഈ ക്രാക്ക് വലുതാവും. പിന്നെ നിങ്ങൾക്ക് ഗ്ലാസ് മാറ്റേണ്ടി വരും. മാറ്റാന്ന് പറഞ്ഞത് അത്ര സിമ്പിൾ പ്രോസസ്സ് അല്ല. ലോക്കൽ ഗ്ലാസും എക്സ്പെൻസീവ് ആണ്, ഒറിജിനൽ ഗ്ലാസ് പറയാൻ വേണ്ട, അത്രയും വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ലോക്കൽ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ ഗ്ലാസിന്റെ ക്വാളിറ്റി ഒരു കാരണവശാലും ഉണ്ടാവില്ല. പിന്നെ അത് ഇടുമ്പോൾ ആ ബീഡിങ്ങും എല്ലാം അത്ര പെർഫെക്ഷൻ ആയിട്ട് കിട്ടില്ല. കമ്പനിയിൽ പോയാലും ഒറിജിനൽ ഗ്ലാസ് കിട്ടും, നല്ല പൈസയും കൊടുക്കേണ്ടി വരും. പിന്നെ അതിന്റെ ആ പെർഫെക്ഷൻ പണ്ടത്തെ മാതിരി കിട്ടില്ല. ഇതിനൊന്നും നിൽക്കണ്ട, ഇമ്മീഡിയറ്റ്ലി ഇത് ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നേരെ ഈ രണ്ട് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ ഫില്ല് ചെയ്ത് തരും. നിങ്ങൾക്ക് ആ ഒറിജിനൽ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ആ ഡോട്ട് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഒന്ന് പോയി കാണിക്കുക, ഒരിക്കലും വെച്ചിരിക്കരുത്. അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് വലുതാവുള്ളൂ.